സനാതനധർമ്മ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെയും തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സനാതനധർമ്മം എങ്ങനെയാണ് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാകുന്നതെന്ന് വി ഡി സതീശൻ ചോദിച്ചു. സനാതനധർമ്മത്തിന്റെ പേരിൽ ഗുരുദേവനെ ചാതുർവർണ്ണത്തിലും വർണ്ണാശ്രമത്തിലും തളയ്ക്കാൻ ശ്രമിക്കേണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ഒഴിവാക്കേണ്ട എന്ന നിർദ്ദേശം നല്ലതെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഞാൻ പറയുന്നു, ഞാൻ മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. സനാതനധർമ്മം എങ്ങനെയാണ് വർണ്ണാശ്രമത്തിന്റെയും ചാതുർവർണ്ണത്തിന്റെയും ഭാഗമാകുന്നത്? സനാതനധർമ്മം മുഴുവൻ പറഞ്ഞു വന്ന് ഒരു വിഭാഗം ആളുകളെ അവകാശമായി ചാർത്തിക്കൊടുക്കുകയാണ് ബഹുമാനായ മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം. ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല, ഗുരുദേവനെ തന്നെ റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്നില്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ച് വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണത്തിലും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ? ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഇത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത്. അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത്. ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെ പറ്റി പറയുകയുണ്ടായി. അതാണ് ഉണ്ടായത്. എൻ്റെ നിർദ്ദേശമല്ല, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്. അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ്. എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങളും ആ തീരുമാനം എടുക്കാൻ പോവുകയാണ്. അത് നല്ലതാണെന്ന് അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ. അല്ല, അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് നല്ല നിർദ്ദേശമായിരിക്കും. അത് ചർച്ച ചെയ്തോട്ടെ. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഈ സനാതനധർമ്മ പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചായിരുന്നു കെപിസിസി പ്രസിഡന്റ് സംസാരിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും കെപിസിസി പ്രസിഡന്റിനെയും തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുമ്പോൾ കോൺഗ്രസിനകത്ത് രണ്ട് രീതിയിലാണോ ഈ ഒരു വിഷയത്തെ കാണുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രുതി, സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള നിലപാടിൽ ഉദയനിധി സ്റ്റാലിൻ നിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശം ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശിവഗിരിയിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതിന് പിന്നാലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും BJPയുടെ നേതൃത്വം അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഇന്ന് പക്ഷേ ഇതിന് പിന്നാലെ ഇപ്പോൾ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ അനുകൂലിച്ചും രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് ശിവഗിരിയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും സനാതനധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതെങ്ങനെ ചാതുർവർണ്ണയത്തിന്റെ ഭാഗമായി മാറുമെന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തെ അനുകൂലിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയതും നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ കെ സുധാകരനെയും പൂർണ്ണമായിട്ട് തള്ളുന്ന ഒരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് സനാതനധർമ്മത്തിന്റെ പ്രയോക്താവോ അല്ലെങ്കിൽ അതിന്റെ ആരും തന്നെ അല്ല എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും പറഞ്ഞു വയ്ക്കുന്നത്. അതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെ റാഞ്ചിയെടുക്കാനുള്ള ഒരു ശ്രമം കാലങ്ങളായിട്ട് നടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് കെ സുധാകരനും ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ VD സതീശൻ പറയുന്നത് അത് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതയാണ് എന്നുള്ളത് തന്നെയാണ്. അതിനെ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും VD സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ചാർത്തിക്കെടുക്കാനുള്ളതല്ല സനാതനധർമ്മം. അത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നത് തന്നെ സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് VD സതീശൻ രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയപ്പോൾ തന്നെ ഉദയനിധി സ്റ്റാലിനെ ഏത് തലത്തിലാണോ ആക്രമിച്ചത് ആ തലത്തിൽ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു. ദേശീയ വക്താവായിട്ടുള്ള ശക്തത് പൂനെവാലയാണ് ഇതിനെതിരെ രംഗത്തെത്തിയത്. പൂർണ്ണമായിട്ടും സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് മറ്റൊരു മതത്തെക്കുറിച്ച് ഇങ്ങനെ വിമർശിക്കാനായിട്ട് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ VD സതീശനാണ്. വരുന്ന ദിവസങ്ങളിലും സനാതനധർമ്മം എന്ന് പറയുന്ന ആ പരാമർശം, മുഖ്യമന്ത്രിയുടെ പരാമർശം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം ഒരു ക്ഷേത്രത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ കുറി തൊടുന്നതോ അല്ലെങ്കിൽ കാവി വസ്ത്രം ധരിക്കുന്നതോ അങ്ങനെയുള്ള ആൾക്കാരെ RSSകാരായി ചിത്രീകരിക്കുമ്പോൾ അതിനെ എങ്ങനെ
എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ വി.ഡി. സതീശൻ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള വിമർശനം കൂടി ഈ സമയം അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ വി.ഡി. സതീശന്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതിൽ ഏറ്റവും ഉപരി കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചു കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടുവരുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പരാമർശം ഏത് തരത്തിലേക്കാണ് ചർച്ചകൾക്ക് വഴിമാറുക എന്നുള്ളത് കൂടി വലിയ ആശങ്കകൾക്ക് കൂടിയാണ് വഴിവെച്ചിരിക്കുന്നത്. ശ്രുതി.